Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടൊരു വടയാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ മഴക്കാലത്തെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഈ വട കൊടുത്താൽ നന്നായിട്ട് ചെലവായി പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വടയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചെറുപയറാണ്. ഈ ചെറുപയർ നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യം വരും. പിന്നെ വേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള, 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിത് ചതച്ചെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ഇടേണ്ടവർക്ക് ഇടാം. ഞങ്ങൾ ഇങ്ങനെ ചതച്ചിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പൊ നമ്മളിനി ചെറുപയർ അരയ്ക്കാൻ പോവാണ്. അപ്പൊ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ കിട്ടരുത്. അപ്പൊ ഒരു കുറച്ചൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. മുഴുവനായിട്ട് പേസ്റ്റ് പോലെ ആവരുത്. അപ്പൊ നമ്മൾ ചെറുപയർ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ചെറിയ ചെറുപയറൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിന് കിട്ടണം. അപ്പൊ നന്നായിട്ട് അരക്കരുത്. ഈ ഒരു പരിവാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് തന്നെ നമ്മുടെ ചെറുപയർ നമ്മൾ അരച്ചു വെച്ചത് നമ്മൾ ബൗളിലോട്ട് ഇടാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവോള നീളത്തിൽ അരിഞ്ഞത്. നമുക്ക് സവോള ഇട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു സവോള മുഴുവൻ നമുക്ക് ആവശ്യമില്ല. ഒരു ചെറിയൊരു സവോള മതിയായിരിക്കും. നമ്മൾ അതിനനുസരിച്ച് ഇവിടെ സവോള കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരിപ്പൊടി 1 സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട്. നമ്മളിത് കുഴച്ച് നോക്കും. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ചേർക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ഇത് ഉരുട്ടാൻ പാകത്തിന്, അതായത് നമ്മൾ പരിപ്പൊടി ആക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് നിങ്ങൾ അരിപ്പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളിനി ഇതില് ഉപ്പുണ്ടോ നോക്കണം. അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഉപ്പുണ്ടോ നോക്കാൻ. അപ്പൊ അമ്മ നോക്കിയിട്ട് പറയും ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. ഉപ്പ് കുറവാ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഉപ്പിടണം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോളുകളായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ പരിപ്പൊടിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കൈവച്ച് ഒരു ബോളാക്കിയിട്ട് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കാം. അപ്പൊ നമ്മള് എല്ലാ വടയും ഇങ്ങനെ ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോ നമ്മളൊരു കടായി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടിരിക്കുകയാണ്. എല്ലാവരും സൂക്ഷിച്ചു വേണം ഇടാൻ. ഓക്കെ, അപ്പൊ നമ്മൾ 3 എണ്ണം ആണ് അറ്റ് എ ടൈം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ മുരിയുമ്പോൾ മാത്രം തിരിച്ചിട്ടാൽ മതിയാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ബാച്ച് ആയിട്ട് നമ്മൾ ഓരോന്നും വറുത്ത് കോരും. അപ്പൊ നമ്മൾ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ നമ്മൾ മറിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് സ്ലോ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇനി അപ്പുറത്തെ സൈഡ് മുരിയുമ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിടുന്നതായിരിക്കും. ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിയെടുക്കാം. ചെറുപയർ വട നമ്മൾ നല്ലൊരു കട്ടൻ ചായയും കെച്ചപ്പൊക്കെ വെച്ച് കഴിച്ചു നോക്കാൻ പോവാണ്. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുണ്ട്.
ഉണ്ടോ, ഉള്ളിലെല്ലാം നല്ല പോലെ മിക്സ് ആയി കിടപ്പുണ്ട്. നമ്മൾ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ചെറിയ കട്ടൻ ചായയും കൂടെ. സൂപ്പർ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.